ആന്റോ ആന്റണി എംപിക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണവുമായി നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 2 കോടി രൂപ പലിശയ്ക്ക് നൽകിയിട്ട് വഞ്ചിച്ചു. ആന്റോ കാണിച്ചത് മനസാക്ഷിയില്ലാത്ത പ്രവൃത്തിയെന്നും രാജു ജോർജ്. വാങ്ങിയ പണം തിരികെ കൊടുത്തിട്ടുണ്ട് എന്ന് ആന്റോ. കള്ളപ്രചരണം LDF സ്വാധീനം കൊണ്ടെന്നും ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശിനെ ചോദ്യമുനയിൽ നിർത്തിയ SIT. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ നീണ്ടത് 2 മണിക്കൂർ. ചോദിച്ചതിനെല്ലാം കൃത്യമായ മറുപടി നൽകിയ അടൂർ പ്രകാശ് വ്യക്തത വന്നോ എന്ന് തീരുമാനിക്കേണ്ടത് SIT. പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തില്ലെന്നും അവകാശവാദം. അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച്. അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ നീക്കമെന്ന് KC വേണുഗോപാൽ. പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ്. അടൂർ പ്രകാശ് പെരുങ്കള്ളന്മാരെ പലവട്ടം കണ്ടയാളെന്ന് MV ഗോവിന്ദൻ. UDF നേതാക്കൾ ജയിലിൽ പോകുമെന്ന് ബിനോയ് വിശ്വം ന്യൂസ് മലയാളത്തോട്. അടൂർ പ്രകാശിനോട് സതീശൻ രാജി ചോദിക്കുന്നില്ലേ എന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ പരിഹാസം. ശബരിമലയിലെ കൂടുതൽ കേസുകളിൽ പിടിമുറുക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആടിയ ശിഷ്ടം നെയ് ക്രമക്കേടിന്റെ വിവരങ്ങൾ ശേഖരിച്ച് ED. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ. മഹസറിൽ ഒപ്പിട്ടത് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമെന്നും EDക്ക് മൊഴി. തിരുവല്ല സ്പായിൽ നടന്ന കൂട്ടബലാത്സംഗത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തി പരാതിക്കാരി. പീഡനത്തിന് ഇരയാക്കിയത് കത്തി കഴുത്തിൽ വെച്ചെന്ന് യുവതി ന്യൂസ് മലയാളത്തോട്. സ്പായിൽ ഉണ്ടായിരുന്ന കസ്റ്റമറെ ആക്രമിച്ച അയാൾക്കൊപ്പമുള്ള നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. കൊടും ക്രൂരതയ്ക്ക് സഹപ്രവർത്തകരും കൂട്ടുനിന്നെന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. തിരുവല്ല കൂട്ടബലാത്സംഗ കേസിൽ പോലീസിന് വീഴ്ചയില്ലെന്ന് പത്തനംതിട്ട SP. പരാതി പോലുമില്ലാതെ കേസെടുത്തെന്ന് SP R ആനന്ദ്. പോലീസുകാർ മാസപ്പടി വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. നടന്നത് കൊട്ടേഷൻ ആക്രമണമെന്ന് സ്പാ ഉടമ ന്യൂസ് മലയാളത്തോട്. കൊട്ടേഷൻ നൽകിയത് മറ്റൊരു സ്പാ ഉടമയെന്നും ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MPമാർ മത്സരിക്കേണ്ട എന്ന് സുനിൽ കനുകോലുവിന്റെ നിർദ്ദേശം. സിറ്റിംഗ് MPമാർ മത്സരിച്ചാൽ ജനവികാരം എതിരാകും. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ പല സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും വിലയിരുത്തൽ. റിപ്പോർട്ട് AICCക്ക് കൈമാറി കനുകോലു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മുന്നിൽ വാതിൽ തുറന്ന് CPIM. മുന്നണിയിൽ എടുക്കുമോ എന്ന ചോദ്യത്തിന് സ്വീകരിക്കാൻ എന്താ പ്രയാസമെന്ന് MV ഗോവിന്ദന്റെ മറുപടി. UDFൽ സീറ്റ് തർക്കം എന്നത് മാധ്യമ സൃഷ്ടിയെന്ന് അപ്പു ജോസഫ്. ജോസ് കെ മാണിയുടെ ക്ഷണം തമാശ മാത്രമെന്നും അപ്പു. സീറ്റ് തരില്ല എന്ന് UDF വ്യക്തമാക്കിയതോടെ സമ്മർദ്ദവുമായി CK ജാനു. ആവശ്യപ്പെട്ട 2 സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രരായി മത്സരിക്കുമെന്ന് JRP വയനാട് ഘടകം. VD സതീശന്റെ പുതുയുഗ യാത്രയിൽ നിന്ന് വിട്ടുനിന്ന് KSUവിലെ ഒരു വിഭാഗം. പങ്കെടുക്കാതെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കം ഭാരവാഹികൾ. സീറ്റ് ചർച്ചയിൽ KSUവിനെ അവഗണിച്ചതിൽ പ്രതിഷേധമെന്ന സൂചന. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോത ഇളക്കിമറിക്കാൻ മുന്നണികൾ. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കാസർഗോഡ് ജില്ലയിൽ. LDFന്റെ മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ ആലപ്പുഴയിൽ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിയിലേക്ക്. നാളെ രാവിലെ കേരള എക്സ്പ്രസിൽ പുറപ്പെടും. തിരുവനന്തപുരം വാഹനാപകട കേസിൽ മണിയൻപിള്ള രാജുവിന്റെ വാദം തള്ളി മ്യൂസിയം SHO. അപകടശേഷം നടന്റെ ഒരു കോൾ പോലും സ്റ്റേഷനിലേക്ക് വന്നില്ലെന്ന് മൊഴി. CBCIയുടെ പുതിയ തലവനായി കർദിനാൾ ആന്റണി പോൾ. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ പിൻഗാമിയായി തെരഞ്ഞെടുത്തത് ബംഗളൂരുവിലെ സമ്മേളനത്തിൽ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രമേയം പാസാക്കി സമസ്ത. രാഷ്ട്രീയ ഇസ്ലാം എന്ന വിചാരധാര യുവാക്കളെ വഴിതെറ്റിക്കുന്നുവെന്ന് പ്രമേയം. മൗദൂദികൾ ശ്രമിക്കുന്നത് ഇസ്ലാമിന്റെ സമാധാനത്തെ അട്ടിമറിക്കാൻ. കോൺഗ്രസിന്റെ ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തിൽ വാക്പോര് കനക്കുന്നു. അരനൂറ്റാണ്ടോളം ജമാഅത്തെ ഇസ്ലാമിയെ തോളിലിട്ട് നടന്നവരാണ് CPIM എന്ന് VD സതീശൻ. ഉമ്മൻചാണ്ടി ലൈംഗിക കേസിൽ കൊടുക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നുവെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫിന്റെ മൊഴി. സോളാർ പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്നും സുധീർ മലയിൽ. MV ഗോവിന്ദനെതിരായ മാനനഷ്ട കേസിൽ K സുധാകരൻ എറണാകുളം ACJM കോടതിയിൽ ഹാജരായി. മോൻസൺ മാവുങ്കൽ പ്രതിയായ ബലാത്സംഗ കേസിൽ അപവാദ പരാമർശം നടത്തിയെന്ന് പരാതി. KCIക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് സ്റ്റേ. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. അന്വേഷണം നടത്തിയത് ഇടക്കൊച്ചിയിലും തൊടുപുഴയിലും സ്റ്റേഡിയം പണിയാൻ സ്ഥലം വാങ്ങിയതിൽ. അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പുരോഹിതർ പ്രവേശിച്ചതിൽ ആചാര ലംഘനമില്ലെന്ന് ഹൈക്കോടതി. നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. അതിഥികളെ ബഹുമാനിക്കുക എന്നത് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് നിരീക്ഷണം. കോഴിക്കോട് മുക്കത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കറുത്തപറമ്പ് സ്വദേശി സച്ചിൻ.
കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അഭിമാന കൊടുമുടി കയറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രിക്ക് തറക്കല്ലിട്ട് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വീണ്ടും SIR ജോലിഭാരം മൂലം BLO ജീവൻ ഒടുക്കിയെന്ന് പരാതി. മരിച്ചത് എറണാകുളം മുത്തക്കുന്നം സ്വദേശിയും ക്ലർക്കുമായ ഷിജി. എറണാകുളം കോതമംഗലത്ത് CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിച്ചതായി പരാതി. റോഡിൽ കയർ കെട്ടി ബൈക്കിൽ നിന്ന് വീഴ്ത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. കോഴിക്കോട് കുറ്റ്യാടി ചുരം റോഡിൽ കാർ അപകടം. മുളവട്ടത്ത് ചുരം ഇറങ്ങി വന്ന കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച പടിഞ്ഞാറങ്ങാടി പറക്കുളം റോഡ് നാടിന് സമർപ്പിച്ചു. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ബസ് യാത്രയ്ക്കിടയിൽ 14-കാരിയായ വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്തതായി പരാതി. പോക്സോ പ്രകാരം കേസെടുത്ത് കാസർഗോഡ് ബേഡകം പോലീസ്. പരിസ്ഥിതി സൗഹൃദ ആർത്തവ ശുചിത്വ ഉപാധികൾ വിതരണം ചെയ്യുന്നതിന്റെ കോഴിക്കോട് തല ഉദ്ഘാടനം കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ UK ചന്ദ്രൻ നിർവഹിച്ചു. ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന നൈറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. വടകര മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതി പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ തീരുമാനമായതായി KK രമ MLA അറിയിച്ചു. കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാം പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് തീരുമാനം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റിൽ റിംഗ് എക്സ്പോഷർ പരിപാടി സംഘടിപ്പിച്ചു. ജലവുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭകർക്കും ഗവേഷകർക്കുമുള്ള സാധ്യതകൾ അടുത്തറിയുന്നതിനും വിവിധ ഗവേഷണ സൗകര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായാണ് പരിപാടി നടത്തിയത്. കോഴിക്കോട് ജില്ലയിലെ ജൽജീവൻ മിഷൻ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ വിവിധ വകുപ്പുകളുടെ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് ജില്ലാ ജലശുചിത്വ മിഷൻ യോഗത്തിൽ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ആവശ്യപ്പെട്ടു. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ ജൽജീവൻ മിഷൻ പദ്ധതികളുടെ അവലോകനവും നടന്നു. കുമ്പള ടോൾ പ്ലാസ സമരക്കേസിൽ 3 ആഴ്ചയോളമായി റിമാൻഡിലായിരുന്ന ഇർഷാദ് കുമ്പളയ്ക്ക് ജാമ്യം. കാസർഗോഡ് കോടതിയാണ് ഇർഷാദിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. വയനാട്ടിലേക്കുള്ള പൂഴിത്തോട് പടിഞ്ഞാറത്തറ ചൂരം ബദൽ പാത വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ചുരത്തിൽ പദയാത്ര നടത്തി. അലൈൻമെന്റ് അന്തിമമാക്കി റോഡിന്റെ DPR നടപടികളിലേക്ക് കടക്കണമെന്നാണ് ജനകീയ കർമ്മസമിതിയുടെ ആവശ്യം. സ്വാതന്ത്ര്യസമര സേനാനി C കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരത്തിന് NK സുജിലേഷ് അർഹനായി. തടവിലല്ല നല്ല പാഠങ്ങൾ എന്ന വാർത്താ പരമ്പരയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം C കൃഷ്ണൻ നായരുടെ ചരമദിനാചരണത്തിന്റെ ഭാഗമായി 14-ന് കാലിക്കടവിൽ നടക്കുന്ന പൊതുയോഗത്തിൽ സമ്മാനിക്കും. പാലക്കാട് നെന്മാറയിലെ ഇരട്ടക്കൊലപാതക കേസിൽ അഖിലേക്കും അതുലേക്കും നീതി നിഷേധിക്കപ്പെടുന്നതിനെതിരെയും കേരള സർക്കാർ കണ്ണടച്ച് മുന്നോട്ട് പോകുന്ന അനാസ്ഥാപരമായ നിലപാടുകൾക്കെതിരെയും യൂത്ത് കോൺഗ്രസ് KSU നേതൃത്വത്തിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ കരുത്ത് ഈ രംഗത്തെ കൂട്ടായ പ്രവർത്തനങ്ങളാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ദന്തൽ കോളേജ്, കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവിടങ്ങളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ട്രെഞ്ചിൽ വീണ പശുവിനെ രക്ഷപ്പെടുത്തി. അപ്പപ്പാറ ചക്കിണി ഉന്നതിയിലെ രാംദാസ് എന്നയാളുടെ പശുവാണ് വീടിനോട് ചേർന്ന ട്രെഞ്ചിൽ അകപ്പെട്ടത്. മാനന്തവാടി അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് 1 യൂണിറ്റ് സ്ഥലത്തെത്തി പശുവിനെ കുഴിയിൽ നിന്നും പുറത്തെടുത്തു. ഗിരീഷ് പുത്തഞ്ചേരി സൂര്യകിരീടം പുരസ്കാരം BK ഹരിനാരായണന് 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് തൊളി ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ സൂര്യകിരീടം പുരസ്കാരം. വൈപ്പിൻ അയ്യമ്പിളി മഹാദേവ ക്ഷേത്രോത്സവത്തിന് ഫെബ്രുവരി 9-ന് തുടക്കമാകും. തന്ത്രി കിഴക്കിനി മേക്കാട് മാധവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടി കയറ്റുക. കണ്ണൂർ വേവ്സ് കലാ സാംസ്കാരിക ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം പ്രവാസി സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രേമൻ ഇല്ലത്തിന്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പിന്തുണ നൽകുമെന്ന് തൃണമൂൽ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് VD ബിൻഡോ. LDF നടത്തുന്ന ജാഥ ചെകുത്താന്റെ വേദോപദേശ യാത്രയാണെന്നും കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായി കേരളം ഭരിച്ചിട്ടും സാധാരണക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്നും ബിൻഡോ പറഞ്ഞു. ലിറ്റിൽ കൈറ്റ്സ് ജില്ലാ സഹവാസ ക്യാമ്പിന് കണ്ണൂർ പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ജില്ലയിലെ 185 സ്കൂളുകൾക്കുള്ള അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകളുടെ വിതരണം കൈറ്റ് CEO K അൻവർ സാദത്ത് ഓൺലൈനായി നിർവഹിച്ചു.
തമിഴ്നാട് സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ബാലതാരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഡാവിയ മരിയ ബെന്നിനെ SFI മാനന്തവാടി ഏരിയ കമ്മിറ്റി ആദരിച്ചു. ഉപഹാരം SFI സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ഷിയാസ് KS കൈമാറി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജൈത്രയാത്ര തുടർന്ന് മൈക്കേൽ കാരിക്കിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടനത്തെയും വീഴ്ത്തി തുടർച്ചയായ 4ാം ജയം. ലാലിഗയിൽ നാളെ സൂപ്പർ പോരാട്ടം. അത്ലറ്റിക്കോ മാഡ്രിഡിന് റിയൽ ബെറ്റിസ് എതിരാളികൾ. മത്സരം രാത്രി 11-ന്. 2020 ലോകകപ്പിന് ആവേശ തുടക്കം. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാന് ജയം. T20 ലോകകപ്പിൽ സ്കോട്ട്ലൻഡിനെതിരെ വെസ്റ്റ് ഇൻഡീസിന് തകർപ്പൻ ജയം. സ്കോട്ട്ലൻഡിനെ 35 റൺസിനാണ് വിൻഡീസ് തകർത്തത്. ചിക്കാഗോ വിൻഡീസ് സ്ക്വാഷ് ഓപ്പണിൽ ഇന്ത്യക്ക് തിരിച്ചടി. 2ാം റൗണ്ടിൽ ഇന്ത്യൻ താരങ്ങളായ അനാഹത് സിംഗും അഭയ് സിംഗും പുറത്ത്. ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിൽ കന്നിക്കിരീടം സ്വന്തമാക്കി ചെന്നൈ സിംഗംസ്. കൊൽക്കത്ത ടൈഗേഴ്സിനെ 29 റൺസിന് തോൽപ്പിച്ചാണ് ചെന്നൈയുടെ കിരീട നേട്ടം. ചലച്ചിത്ര താരം സൂര്യയുടെ ടീമാണ് ചെന്നൈ സിംഗംസ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ നാളെ കേരളം സർവീസസ് സൂപ്പർ പോരാട്ടം. നാളെ ഉച്ചയ്ക്ക് 1-ന് അസമിലാണ് കലാശ പോരാട്ടം. സെമിയിൽ പഞ്ചാബിനെ 4-0 തകർത്താണ് കേരളം തുടർച്ചയായ ഫൈനലിലെത്തുന്നത്. റെയിൽവേസിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തകർക്കാണ് സർവീസസ് ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. പ്രാഥമിക റൗണ്ടിൽ കേരളത്തെ തോൽപ്പിച്ച ഏക ടീമാണ് സർവീസസ്. 2012-13 സീസണിൽ കൊച്ചിയിൽ നടന്ന ഫൈനലിലും കേരളത്തെ തോൽപ്പിച്ച് സർവീസസ് കിരീടം നേടിയിരുന്നു. IPL-ലെയും വനിതാ പ്രീമിയർ ലീഗിലെയും ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ സ്വന്തമാക്കാൻ ഒരുങ്ങി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. RCBക്കായി 16,300 കോടിയുടെ ബിഡ് സമർപ്പിച്ച് യുണൈറ്റഡ് ഉടമസ്ഥരായ ഗ്ലേസേഴ്സ്. യുണൈറ്റഡിന് പുറമെ ഫ്രാഞ്ചൈസിയെ സ്വന്തമാക്കാൻ 9 പ്രമുഖ കമ്പനികളും ബിഡ് സമർപ്പിച്ചു. നേരത്തെ 2021-ൽ ലക്നൌവിനായും ഗുജറാത്ത് ജയൻസിനായും ഗ്ലേസേഴ്സ് ബിഡ് സമർപ്പിച്ചിരുന്നു. സൗദി പ്രോ ലീഗിൽ അൽ നസറിന് തകർപ്പൻ ജയം. അൽ ഇത്തിഹാദിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് അൽ നസർ പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ വിട്ടുനിന്ന മത്സരത്തിൽ സാദിയോ മാനെയും ഗബ്രിയേലുമാണ് ഗോൾ നേടിയത്. സൗദി പ്രോ ലീഗ് സംഘാടകരോടുള്ള എതിർപ്പ് മൂലം റൊണാൾഡോ മത്സരത്തിൽ ഇറങ്ങിയിരുന്നില്ല. അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ താരം സൗദി വിടുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരള ബ്ലാസ്റ്റേഴ്സ് റൈറ്റ് ബാക്ക് താരം അമേ റണാവാഡെ ക്ലബ്ബ് വിടുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് താരത്തിനെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കുന്നത്. മണിപ്പൂരിൽ കുക്കി MLA-മാർ പുതിയ സർക്കാരിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം കടുപ്പിച്ച് സായുധ സംഘടനകൾ. MLA-മാർ പിന്മാറുന്നതുവരെ സമരം തുടരുമെന്ന് കുക്കി വിഭാഗം. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മധ്യദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി 3-ന്റെ പരിഷ്കരിച്ച പതിപ്പ് വിജയകരമായി പരീക്ഷിച്ച DRDO. 3500 കിലോമീറ്ററാണ് പുതുക്കിയ പതിപ്പിന്റെ ദൂരപരിധി. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മലേഷ്യയിലെത്തി. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സന്ദർശനം. 31 വർഷം പഴക്കമുള്ള കേസിൽ ബീഹാർ MP പപ്പു യാദവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർച്ചയായി കോടതിയിൽ ഹാജരാക്കാത്തതിനെ തുടർന്നാണ് നടപടി. ലക്ഷദ്വീപ് അഗത്തി ദ്വീപിൽ 67 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവിട്ടതോടെ കുടിയിറക്ക ഭീഷണിയിൽ 160ഓളം കുടുംബങ്ങൾ. പ്രതിരോധ വിനോദസഞ്ചാര പദ്ധതികളുടെ പേരിലാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. തുടർച്ചയായി തകരാറിലായ ഈ റിക്ഷയുടെ അറ്റകുറ്റപ്പണികൾ മാസങ്ങൾ എടുത്തിട്ടും പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. വാഹനം തീയിട്ട് നശിപ്പിച്ചു. 2,50,000 രൂപയുടെ വാഹനമാണ് ഉടമസ്ഥയായ മഹാളാർ തീയിട്ടത്. മധ്യപ്രദേശിലെ ശിവപുരയിലാണ് സംഭവം. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയാണെന്ന വ്യാജേന 1-ലധികം വ്യക്തികളിൽ നിന്നും പണം കൈപ്പറ്റിയ കേസിൽ 60 വയസ്സുകാരിക്ക് സുപ്രീം കോടതിയിൽ ജാമ്യം. വൃദ്ധയായ സ്ത്രീയാണെന്നും 2 വർഷത്തിലേറെ കസ്റ്റഡിയിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും കേസിലെ വിചാരണ മന്ദഗതിയിലാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ നൽകിയത്. 4 റേഞ്ച് റോവർ SUVകൾ വാങ്ങാനൊരുങ്ങി ബീഹാർ സർക്കാർ. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വാഹന വ്യൂഹത്തിലേക്കാണ് പുതിയ കാറുകൾ എത്തുക. ഇതിനായി 11.17 കോടി രൂപ സർക്കാർ അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് റേഞ്ച് റോവറുകൾ വാങ്ങുന്നത് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ കോർപ്പറേഷൻ വിതരണം ചെയ്ത കുടിവെള്ളത്തിൽ മാലിന്യം കലർന്ന് വീണ്ടും മരണം. വയറിളക്കവും ഛർദിയും ബാധിച്ച് ജനുവരി 9 മുതൽ ചികിത്സയിലായിരുന്ന 70-കാരനാണ് മരിച്ചത്. കോർപ്പറേഷൻ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ കക്കൂസ് മാലിന്യം കലർന്ന് ഇതുവരെ 33 പേർ മരിച്ചതായി പ്രദേശവാസികൾ. മേഘാലയയിലെ അനധികൃത കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. അസം, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് മരിച്ചവരിലേറെയും. സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിപ്പുകാരായ 2 പേരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.
വിമാനമാർഗം 23 കോടിയുടെ ഹൈഡ്രോ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച IT ജീവനക്കാരായ 6 മലയാളികൾ അറസ്റ്റിൽ. തായ്ലൻഡിൽ നിന്ന് ചെന്നൈയിലേക്ക് 2 വിമാനങ്ങളിലായി 15 കിലോ കഞ്ചാവ് കടത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു കസ്റ്റംസിന്റെ പിടിയിലായത്. ഡിജിറ്റൽ തട്ടിപ്പിനിരയായവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള പദ്ധതിയുടെ കരട് റിസർവ് ബാങ്ക് ഉടൻ പുറത്തിറക്കും. ഉപഭോക്തൃ സംരക്ഷണത്തിനും വായ്പാ ലഭ്യത സുഗമമാക്കുന്നതിനും നടപടികൾ ഉണ്ടാകുമെന്നും ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉത്തർപ്രദേശിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ യുവതിക്ക് ദാരുണാന്ത്യം. തൂങ്ങി മരിക്കുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടെ കഴുത്തിൽ കുരുക്ക് മുറുകുകയായിരുന്നു. മുംബൈയുടെ പുതിയ മേയറായി BJPയുടെ ഋതു തവ്ഡെ തെരഞ്ഞെടുക്കപ്പെട്ടു. 25 വർഷത്തിനു ശേഷമാണ് മുംബൈ കോർപ്പറേഷൻ മേയർ സ്ഥാനം ശിവസേനയ്ക്ക് നഷ്ടപ്പെടുത്തുന്നത്. ജപ്പാനിലെ വടക്കൻ മേഖലകളിൽ തുടരുന്ന മഞ്ഞുവീഴ്ചയിൽ ഇതുവരെ 35 പേർ മരിച്ചതായി റിപ്പോർട്ട്. വീടിന് മുകളിൽ അടിഞ്ഞുകൂടിയ മഞ്ഞ് നീക്കം ചെയ്യുന്നതിനിടയിലും മഞ്ഞുകട്ടകൾ ഇടിഞ്ഞു വീണ ഉണ്ടാകുന്ന അപകടങ്ങളിലുമാണ് ഭൂരിഭാഗം മരണങ്ങളും. അതിരൂക്ഷ വിമർശനങ്ങൾക്കിടെ ബരാക് ഒബാമയ്ക്കും ഭാര്യ മിഷേലിനുമെതിരായ വംശീയ വിദ്വേഷ പോസ്റ്റ് പിൻവലിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാഷ്ട്രീയ ഭേദമില്ലാതെ റിപ്പബ്ലിക്കൻ പക്ഷത്തെ മുതിർന്ന നേതാക്കളടക്കം പോസ്റ്റിനെതിരെ രംഗത്തെത്തിയതിനു പിന്നാലെയാണ് നീക്കം. മുൻ പ്രസിഡന്റിനെയും ഭാര്യയെയും കുരങ്ങുകളായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വീഡിയോ വ്യാഴാഴ്ചയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്ക് അറുതി വരുത്താതെ മസ്കറ്റിലെ US ഇറാൻ ആണവ ചർച്ചകളുടെ ആദ്യഘട്ടം പൂർത്തിയായി. ആണവ കരാർ കേന്ദ്രീകരിച്ച് മാത്രമാണ് ചർച്ചകൾ നടന്നതെന്നും നല്ല തുടക്കമായി ചർച്ചകളെ കാണുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങി തുർക്കി. ഇത് സംബന്ധിച്ച കരട് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. കുട്ടികൾക്കുള്ള നിയന്ത്രണത്തിന് പുറമെ ഉള്ളടക്ക ഫിൽറ്ററിംഗ് നടപ്പാക്കാനാണ് തുർക്കി ഭരണകൂടത്തിന്റെ നീക്കം. നേരത്തെ ഓസ്ട്രേലിയ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. BBC പേർഷ്യനിലെ മാധ്യമപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെ വേട്ടയാടി ഇറാനിയൻ ഭരണകൂടം. രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത മാധ്യമപ്രവർത്തകരെ പിന്തുടർന്ന് നിരീക്ഷിക്കുന്നതായും ആരോപണം. മാധ്യമപ്രവർത്തകരുടെ താമസ സ്ഥലങ്ങളും ജോലി സ്ഥലങ്ങളും അറിയാമെന്ന് പറഞ്ഞാണ് ഭീഷണിയെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ. സ്വകാര്യ ദൃശ്യങ്ങൾ പോൺ സൈറ്റിൽ പ്രചരിച്ചെന്ന് വെളിപ്പെടുത്തി ദുരനുഭവം നേരിട്ട ചൈനീസ് പൗരൻ. ചൈനയിലാണ് സംഭവം. 2023 എറിക് എന്ന യുവാവ് കാമുകിയുമൊത്ത് ഷെൻഷനിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തത്. ആളുകൾ ഇത്തരം സൈറ്റുകൾ സന്ദർശിക്കുന്നത് നിർത്തണമെന്ന് അഭ്യർത്ഥിച്ച യുവാവ്. ലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനി അമേരിക്കയിലെ ലാസ് വേഗസിൽ നിർമ്മിച്ച ടണലുകൾ സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് വിവാദത്തിൽ. തുരങ്കത്തിൽ വാഹനങ്ങൾ കുടുങ്ങിയാൽ യാത്രക്കാരെ പുറത്തെത്തിക്കാൻ സൗകര്യമില്ലാത്തതും വായു സഞ്ചാര പ്രശ്നങ്ങളുമാണ് കാരണം. തുരങ്ക നിർമ്മാണ വേളയിൽ രാസവസ്തുക്കൾ കലർന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാത്തത് നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. മയക്കുമരുന്ന് കലർത്തിയ മിഠായി നൽകി കുട്ടികളെ ലൈംഗിക ദുരുപയോഗം ചെയ്ത കേസിൽ 76-കാരനായ ബ്രിട്ടീഷ് പൗരന് 24 വർഷം തടവ് ശിക്ഷ. ജോൺ റൂബൻ എന്ന മൃഗഡോക്ടറെയാണ് തടവിന് ശിക്ഷിച്ചത്. ഇയാൾക്കെതിരെ 8 ബാലപീഡനങ്ങൾ ഉൾപ്പെടെ 17 കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഗാസ വെടിനിർത്തലിന്റെ ഭാഗമായി രൂപീകരിച്ച അന്താരാഷ്ട്ര സമിതിയായ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ പ്രവർത്തന യോഗം ഈ മാസം 19 USന്റെ വാഷിംഗ്ടണിൽ ചേരും. അംഗരാജ്യങ്ങൾക്ക് അമേരിക്ക ക്ഷണക്കത്ത് അയച്ചു. ഗാസയുടെ പുനർനിർമ്മാണമാണ് ആദ്യ യോഗം ചർച്ച ചെയ്യുക. ട്രംപ് ഭരണകൂടവും ഹാർവാർഡ് സർവകലാശാലയുമായുള്ള സംഘർഷം രൂക്ഷം. ഹാർവാർഡ് സർവകലാശാലയിലെ എല്ലാ സൈനിക പരിശീലനങ്ങളും ഫെലോഷിപ്പുകളും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളും അവസാനിപ്പിക്കുന്നതായി പെന്റഗൺ അറിയിച്ചു. അമേരിക്കയുടെ ഭാവി സൈനിക നേതാക്കളെ രൂപപ്പെടുത്താൻ സർവകലാശാല യോഗ്യമല്ല എന്ന് പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സത്ത്. 2023 അമേരിക്കയിൽ വെച്ച് യുബർ ഡ്രൈവർ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് യുവതിയുടെ പരാതിയിൽ യുബർ കമ്പനി $85 ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്ന് US കോടതി. യുബറിനെതിരെ ഫെഡറൽ കോടതിയിൽ 6000-ഓളം പരാതികൾ വന്നതിൽ ഒരു കേസിലാണ് വിധി. ഡ്രൈവർ കമ്പനിയുടെ പ്രതിനിധിയാണെന്നും അതിനാൽ ഡ്രൈവറുടെ പ്രവൃത്തിയിൽ കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തുമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിട്ട് US പ്രസിഡന്റ്. എത്രമാത്രം നിരക്ക് ചുമത്തണമെന്ന ഉത്തരവിലില്ല. ഇറാനിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി നടത്തുമ്പോൾ അധിക തീരുവ ചുമത്താനാണ് നീക്കം. മെൽബണിലെ ഓസ്ട്രേലിയൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്ന് മോഷണം പോയ ഗാന്ധി പ്രതിമയ്ക്കായുള്ള അന്വേഷണം ഊർജിതം. 420 കിലോ ഭാരമുള്ള വെങ്കല പ്രതിമയാണ് പീഠത്തിൽ നിന്നും മുറിച്ചുമാറ്റി കടത്തിയത്.
ആപ്പിൾ കാർപ്ലേയിൽ മറ്റ് കമ്പനികളുടെ AI ചാറ്റ് ബോട്ടുകൾ അനുവദിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഉപഭോക്താക്കൾക്ക് കാർപ്ലേയുടെ വെഹിക്കിൾ ഇന്റർഫേസ് വഴി മറ്റ് കമ്പനികളുടെ ചാറ്റ് ബോട്ടുകളെ ഉപയോഗിക്കാനാകും. ഇതുവരെ ആപ്പിൾ അസിസ്റ്റന്റായ സിരി മാത്രമാണ് വോയിസ് കൺട്രോൾ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ചെറുകിട ബിസിനസ്സുകൾക്കുള്ള വായ്പാ പരിധി ഉയർത്തി RBI. കൊലാറ്ററൽ രഹിത വായ്പകളുടെ പരിധി 1 മില്യണിൽ നിന്ന് 2 മില്യണായി ഉയർത്താനാണ് RBIയുടെ നിർദ്ദേശം. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും ഗുണകരമാകും. ഹൈബ്രിഡ് SUVയുടെ അവതരണം നീട്ടിവെച്ച് കാർ നിർമ്മാതാക്കളായ നിസാൻ. ടെക്സ്റ്റൺ ഈ മാസം 4-ന് അവതരിപ്പിക്കുമെന്നാണ് ആദ്യം കമ്പനി അറിയിച്ചിരുന്നത്. എന്നാൽ വാഹനത്തിന്റെ അവതരണം നീട്ടിവെച്ചിരിക്കുകയാണെന്ന് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നു. ഇതിന് പിന്നിലെ കാരണം കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് നിസാൻ പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ ജൂലിയറ്റിന്റെ പുതിയ ഷൂ കണ്ട് കണ്ണുതള്ളി നെറ്റിസൺസ്. ആവശ്യമെങ്കിൽ ഒരു ലഞ്ച് ബോക്സായി മാറ്റാവുന്ന അത്യാധുനിക ഷൂസാണ് ജൂലിയറ്റ് പരിചയപ്പെടുത്തുന്നത്. ബട്ടർ ചിക്കൻ ഷൂസിനുള്ളിൽ നിറച്ച് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നത് താരം വീഡിയോയിൽ കാണിച്ചു തരുന്നു. ഫ്രീയായി ഐഫോൺ കൊടുത്ത ഇൻഫ്ലുവൻസർ. ജർമ്മൻ ഇൻഫ്ലുവൻസറായ യൂനസ് സാറുവാണ് ദുബായിലെ പൊതുസ്ഥലത്ത് വെച്ച് ഐഫോൺ വിതരണം ചെയ്തത്. ഇൻസ്റ്റഗ്രാമിൽ 2.54 കോടിയിലേറെ ഫോളോവേഴ്സ് ഉള്ള ആളാണ് യൂനസ് സാറു. പ്രണയം പറയാൻ ആഗ്രഹിക്കുന്നവരുടെ ഇഷ്ട ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുത്തത് ബുർജ് ഖലീഫയാണെന്ന് പഠനം. 2ാം സ്ഥാനത്തുള്ളത് അമേരിക്കയിലെ അരിസോണ ഗ്രാൻഡ് കാനിയനാണ്. സേവ് ദ ഡേറ്റ് ഷൂട്ട് പോലെ തന്നെ ഇതും പകർത്താനും വൻ ക്യാമറ സംഘവും ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം ദുബായിൽ നിർമ്മാണാനുമതി നൽകിയത് 37,000 കെട്ടിടങ്ങൾക്ക്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദുബായിൽ 1 ലക്ഷം കോടി ചതുരശ്ര മീറ്ററിൽ നഗരവികസനം നടക്കുമെന്ന് ദുബായ് നഗരസഭ. ജോലികളിൽ അധികവും ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികൾക്കാണ് ഡിമാൻഡ്. ഏത് തിരക്കിനിടയിലൂടെയും സുഗമമായി സഞ്ചരിക്കാവുന്ന ഗ്ലൈഡ് ബേസ് അവതരിപ്പിച്ച് ദുബായ്. വൈദ്യുതിയിൽ ഓടുന്നതിനാൽ അന്തരീക്ഷ മലിനീകരണവും ഉണ്ടാവില്ല. ലോക സർക്കാർ ഉച്ചകോടിയിലാണ് പദ്ധതി അവതരിപ്പിച്ചത്. ബ്രിട്ടീഷ് പാർലമെന്റ് മന്ദിരം തകർച്ചയുടെ വക്കിലെന്ന് റിപ്പോർട്ട്. പാർലമെന്റ് പുതുക്കിപ്പണിയാൻ 61 വർഷവും 4.3 ലക്ഷം കോടി ചെലവെന്നും ഔദ്യോഗിക റിപ്പോർട്ടിൽ. നിലവിൽ കെട്ടിടം വെറുതെ നിലനിർത്താൻ മാത്രം ആഴ്ചയിൽ ഏകദേശം 16 കോടി രൂപ വീതം സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. UK-യിലെ ആരോഗ്യ പരിചരണ മേഖലയിൽ കെയർ ഹോമുകളുടെ ലൈസൻസ് കൂട്ടത്തോടെ റദ്ദാക്കി ഹോം ഓഫീസ്. വിസ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുക, ജീവനക്കാരെ ചൂഷണം ചെയ്യുക, കുറഞ്ഞ ശമ്പളം നൽകുക തുടങ്ങിയ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. 2026 ഫെബ്രുവരി വരെ 330-ൽ കൂടുതൽ ലൈസൻസുകൾ റദ്ദാക്കപ്പെട്ടു. ബ്രസീൽ ആസ്ഥാനമായ ഗ്ലോബൽ ഇന്നൊവേഷൻ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ മികച്ച ഇന്നൊവേഷൻ ഹബ് അവാർഡ് ദുബായ് RTAക്ക്. ലോകത്തിലെ മികച്ച ഗതാഗത പരിഷ്കാരങ്ങളോട് മത്സരിച്ചാണ് ഒന്നാമതെത്തിയത്. ഗാനരംഗത്ത് നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഗായകൻ അർജിത് സിംഗിനെ പിന്തുണച്ച നടൻ പങ്കജ് ത്രിപാഠി. തങ്ങൾ കലാകാരന്മാരാണെന്നും അല്ലാതെ ഫാക്ടറി ഉൽപ്പന്നങ്ങളല്ലെന്നും പങ്കജ് ത്രിപാഠി. സർഗാത്മകത നിലനിർത്താൻ ഇടവേളകൾ അത്യാവശ്യമാണ്. ഒരു സെറ്റിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയതെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന ആവേശമുണ്ടാകണം. അത് നിലനിർത്താൻ ചിലപ്പോൾ വേഗത കുറയ്ക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെന്നൈയിൽ ലഹരിമരുന്നുമായി പിടിയിലായ 8 പേരുടെ സംഘത്തിൽ യുവനടി അഞ്ജു കൃഷ്ണ ഉൾപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്റെ ചിത്രങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടെന്ന് നടി അഞ്ജു കൃഷ്ണ അശോക്. പേര് സാമ്യമുള്ളതിനാൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പേജുകളും തന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്യുന്നത് തനിക്കും കുടുംബത്തിനും വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നുവെന്ന് അഞ്ജു കൃഷ്ണ അശോക് പറഞ്ഞു. ബോളിവുഡ് ചിത്രം രംഗ് ദേ ബസന്തിയുടെ 20 വർഷം ആഘോഷിച്ച ആമിർ ഖാനും അണിയറ പ്രവർത്തകരും സംവിധായകൻ രാകേഷ് ഓംപ്രകാശ് മെഹ്റും അഭിനേതാക്കളും മുംബൈയിലാണ് ഗെറ്റ് ടുഗദർ നടത്തിയത്. രംഗ് ദേ ബസന്തി എന്നെഴുതിയ ഹൂഡികൾ ധരിച്ചായിരുന്നു എല്ലാവരും എത്തിയത്. 2006 ജനുവരി 26-ന് റിലീസ് ചെയ്ത രംഗ് ദേ ബസന്തി അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു കൂട്ടം യുവാക്കളുടെ കഥയാണ് പറഞ്ഞത്. ഗോളം എന്ന ചിത്രത്തിന് ശേഷം രഞ്ജിത്ത് സജീവനെ നായകനാക്കി സംജാത് സംവിധാനം ചെയ്ത ആക്ഷൻ വാമ്പയർ മൂവി ഹാഫിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. അമല പോൾ, ഐശ്വര്യ ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. തെന്നിന്ത്യൻ താരം അബ്ബാസ് ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ് ഹാഫിലൂടെ. മലയാളത്തിന് പുറമെ 7 ഭാഷകളിലായി ചിത്രം പ്രദർശനത്തിനെത്തും.